വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലേണേഴ്സ് ബഡ്ഡി. നാം ഇപ്പോൾ പഠിക്കുവാൻ പോകുന്നത് NCERT സിലബസിലെ 6ാം ക്ലാസ്സിലെ സയൻസ് ബുക്കിലെ 3ാം ചാപ്റ്ററിലെ വാട്ട് ആർ ദ കമ്പോണൻസ് ഓഫ് ഫുഡ് എന്ന ഭാഗമാണ്. പേജ് 45. നമുക്ക് ആ ടെക്സ്റ്റിലേക്കൊന്ന് പോയാലോ. ബുക്കിലേക്ക് നോക്കുക. യു ഹാവ് ലേൺഡ് ദാറ്റ് വൈറ്റമിൻസ് A, B, C and D and minerals, calcium, iodine and iron, are two groups of food components that protect our body from various diseases. നമ്മൾ പഠിച്ചു വൈറ്റമിൻ എയും ബിയും സിയും ഡിയും 4 വൈറ്റമിൻസ് ഉണ്ട്. അതും മിനറൽസ് ആണെങ്കിലോ അത് കാൽസ്യം, അയഡിൻ ആൻഡ് അയൺ, അത് 3 മിനറൽസ്. ആർ 2 ഗ്രൂപ്പ്സ് ഓഫ് ഫുഡ് കമ്പോണൻസ്, അവ 2 ഫുഡ് കമ്പോണൻറ്റ് 2 ഗ്രൂപ്പിൽ പെടുന്നവയാണ്. ദറ്റ് പ്രൊട്ടക്റ്റ് അവർ ബോഡി ഫ്രം വേരിയസ് ഡിസീസസ്, അത് നമ്മുടെ ശരീരത്തെ പല അസുഖങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തും. ബട്ട് ഹൗ ക്യാൻ വി ഓവർകം വൈറ്റമിൻസ് ആൻഡ് മിനറൽ ഡെഫിഷ്യൻസി ഡിസീസസ് ഓർ ഡിസോർഡേഴ്സ്? പക്ഷേ നമ്മൾ എങ്ങനെയാണ് വൈറ്റമിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാകുന്ന അസുഖങ്ങൾ അല്ലെ മിനറൽസിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാകുന്ന അസുഖങ്ങൾ ഓവർകം ചെയ്യുന്നത് എങ്ങനെ തരണം ചെയ്യും എന്നിനി നോക്കാം. എന്താണ് നമ്മൾ പഠിച്ചത്? വൈറ്റമിൻ ഏതെല്ലാം ഉണ്ട്? A, B, C, D 4 എണ്ണം അല്ലേ. മിനറൽസ് ഏതാ ഇപ്പോൾ പഠിച്ചത്? പ്രധാനമായിട്ടും കാൽസ്യം, അയഡിൻ ആൻഡ് അയൺ. അത് രണ്ട് ഗ്രൂപ്പ് ഓഫ് കമ്പോണൻസ് ആണ്. അവ നമ്മുടെ ശരീരത്തെ പല അസുഖങ്ങളിൽ നിന്നും രക്ഷിക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ കുറവ് കൊണ്ടുണ്ടാകുന്ന അസുഖങ്ങളെ നമ്മൾ എങ്ങനെ പരിഹരിക്കുമെന്നാണ് നമ്മൾക്ക് നോക്കേണ്ടത് ഇല്ലേ. ദെൻ ഹൗ ക്യാൻ വി ഓവർകം ദ ഡെഫിഷ്യൻസി ഡിസീസസ്, അതാണ് പഠിക്കേണ്ടത്. ഫുഡ് കമ്പോണൻസ് ദാറ്റ് പ്രൊവൈഡ് എനർജി, സപ്പോർട്ട് ഗ്രോത്ത്, ഹെൽപ്പ് repair and protect our body from diseases and maintain various bodily functions are called nutrients. അപ്പോൾ വാട്ട് ആർ ന്യൂട്രിയൻസ് എന്നുള്ള ചോദ്യത്തിന് ഉത്തരവായേ. ഫുഡ് കമ്പോണൻസ് ദാറ്റ് പ്രൊവൈഡ് എനർജി, സപ്പോർട്ട്സ് ഗ്രോത്ത്, ഹെൽപ്പ് റിപ്പയർ ആൻഡ് പ്രൊട്ടക്റ്റ് അവർ ബോഡി ഫ്രം ഡിസീസസ് ആൻഡ് മെയിൻറ്റെയിൻ വേരിയസ് ബോഡിലി ഫങ്ഷൻസ് ആർ കോൾഡ് ന്യൂട്രിയൻസ്. അതാ ന്യൂട്രിയൻസ്. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മുടെ ശരീരത്തെ ആ ശരീരത്തിനുവേണ്ട എനർജി പ്രദാനം ചെയ്യുന്നു, നമ്മുടെ വളർച്ചയെ സപ്പോർട്ട് ചെയ്യുന്നു, നമ്മുടെ ശരീരത്തിന് വേണ്ട മേലാഴികളൊക്കെ മാറ്റിയെടുക്കുന്നു, റിപ്പയർ വർക്ക് നടത്തുന്നു, അസുഖങ്ങളിൽ നമ്മളെ സംരക്ഷിക്കുന്നു, ബോഡിലി ഫങ്ഷൻസ് എല്ലാം നടത്തിക്കൊണ്ടു പോകാൻ സഹായിക്കുന്നു. വേരിയസ് ബോഡിലി ഫങ്ഷൻസ് അതെല്ലാം നടത്തിക്കൊണ്ടു പോകാൻ സഹായിക്കുന്നു. അത്തരം വസ്തുക്കളെ ന്യൂട്രിയൻസ് എന്ന് പറയുന്നു. ദ മേജർ ന്യൂട്രിയൻസ് ഇൻ അവർ ഫുഡ് ഇൻക്ലൂഡ് കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഫാറ്റ്, വിത്ത് വൈറ്റമിൻസ് ആൻഡ് മിനറൽസ്. അപ്പോൾ അത് എത്ര എണ്ണം ഉണ്ട്? 1, 2, 3, 4, 5 എണ്ണം. 5 എണ്ണം ഓർക്കണം. കാർബോഹൈഡ്രേറ്റ് ഉണ്ട്, പ്രോട്ടീൻ ഉണ്ട്, ഫാറ്റ് ഉണ്ട്, വൈറ്റമിൻസ് ഉണ്ട്, മിനറൽസ് ഉണ്ട്. ഓർക്കാൻ എളുപ്പമാണ്. ഒന്ന് കാർബോഹൈഡ്രേറ്റ് എനർജി ഗിവിങ് സബ്സ്റ്റൻസസ്, പ്രോട്ടീൻ ആണെങ്കിൽ ബോഡി ബിൽഡിംഗ് സബ്സ്റ്റൻസസ്, ഫാറ്റ് ആണെങ്കിൽ എനർജി ഗിവിങ് സബ്സ്റ്റൻസ്. വൈറ്റമിൻസും മിനറൽസും നമ്മുടെ ശരീരത്തെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നവയാണ് ഇല്ലേ, രോഗങ്ങളിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുന്നവയാണ്. വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് ആർ ഓൾസോ കോൾഡ് പ്രൊട്ടക്റ്റീവ് ന്യൂട്രിയൻസ്. വൈറ്റമിൻസും മിനറൽസും പ്രൊട്ടക്റ്റീവ് ന്യൂട്രിയൻസ് ആണ്. അപ്പോൾ പറയുന്നതിൽ 1 എനർജി ഗിവിങ് ആണ്, 2 എന്താണ് പ്രൊട്ടക്റ്റീവ് ന്യൂട്രിയൻസ് ഉണ്ട്, പിന്നെ എന്താണ് ബോഡി ബിൽഡിംഗ് മെറ്റീരിയൽസ് ഉണ്ട്. ഈ 3 കാര്യങ്ങളാണ് ഉള്ളത്. അതിൽ പ്രൊട്ടക്റ്റീവ് ന്യൂട്രിയൻസ് ആണ് വൈറ്റമിൻസ് ആൻഡ് മിനറൽസ്. ദീസ് ന്യൂട്രിയൻസ് പ്രൊട്ടക്റ്റ് അവർ ബോഡി ഫ്രം ഡിസീസസ് ആൻഡ് കീപ്പ് അസ് ഹെൽത്തി. ഇവ നമ്മളെ ആരോഗ്യത്തോടെ കാത്തു സൂക്ഷിക്കും. അപ്പോൾ പറഞ്ഞതിൻ്റെ ചുരുക്കം ഇതാണ്. വൈറ്റമിൻസും മിനറൽസും ഒക്കെ നമ്മളുടെ ശരീരത്തെ വേരിയസ് ഡിസീസിൽ നിന്ന് രക്ഷിക്കുന്നു. നമുക്ക് എനർജി തരുന്നത് കാർബോഹൈഡ്രേറ്റും ഫാറ്റുമാണ്. നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന പ്രോട്ടീനാണ് ബോഡി ബിൽഡിംഗ് സബ്സ്റ്റൻസ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഇതെല്ലാം തരുന്ന ഈ വസ്തുക്കളെയാണ് ന്യൂട്രിയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ന്യൂട്രിയൻസ് എന്താണ്? ഫുഡ് കമ്പോണൻസ് ദാറ്റ് പ്രൊവൈഡ് എനർജി, സപ്പോർട്ട് ഗ്രോത്ത്, ഹെൽപ്പ് റിപ്പയർ, പ്രൊട്ടക്റ്റ് അവർ ബോഡി ഫ്രം ഡിസീസസ് ആൻഡ് മെയിൻറ്റെയിൻ ബോഡിലി ഫങ്ഷൻസ് ആർ കോൾഡ് ന്യൂട്രിയൻസ്. അതൊന്ന് പഠിച്ചു വെക്കണം കേട്ടോ. അതൊന്ന് പഠിച്ചു വയ്ക്കണം, പരീക്ഷയ്ക്ക് ചോദിക്കാവുന്നതാണ്. പിന്നെ ചെറിയ ചോദ്യങ്ങളൊക്കെയാണ്. പ്രൊട്ടക്റ്റീവ് ന്യൂട്രിയൻസ് എന്തൊക്കെയാണ് അത് പറയാം. പ്രൊട്ടക്റ്റീവ് ന്യൂട്രിയൻസ് ആർ വൈറ്റമിൻസ് ആൻഡ് മിനറൽസ്. വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് ആണ് പ്രൊട്ടക്റ്റീവ് ന്യൂട്രിയൻസ് പറയാം അല്ലേ. എനർജി ഗിവിങ് മെറ്റീരിയൽ ഈ പറയുന്ന കാർബോഹൈഡ്രേറ്റും അതുപോലെ തന്നെ ഫാറ്റുമാണെന്ന് പറയാം. മനസ്സിലായില്ലേ? അപ്പം നമുക്ക് അടുത്ത പേജിലേക്ക് പോകാം. യുവർ പേരൻസ് മേ ഹാവ് അഡ്വൈസ്ഡ് യു ടു ഹാവ് milk, green vegetables, fruits and whole grains regularly.
അപ്പം നമ്മളിത് കഴിക്കണമെന്ന് നമ്മുടെ രക്ഷകർത്താക്കളൊക്കെ പറയാറുണ്ട്. എന്താണ്? പാല്, പച്ചക്കറികൾ, പഴങ്ങൾ, അതുപോലെ തന്നെ ധാന്യങ്ങൾ, അത് റെഗുലറായിട്ട് നമ്മുടെ ഫുഡിൽ ഉൾപ്പെടുത്തേണ്ടതാണ്. ദീസ് ഫുഡ്സ് ഐറ്റംസ് ആർ സം സോഴ്സ് ഓഫ് വൈറ്റമിൻസ്. ഇതിൽ വൈറ്റമിൻസ് ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്നത്തിലാണ് കൂടുതൽ വൈറ്റമിൻ അടങ്ങിയത്? പാലിലുണ്ട്, പച്ചക്കറികളിലുണ്ട്, ഗ്രീൻ വെജിറ്റബിൾസിലുണ്ട്, ഫ്രൂട്ട്സിലുണ്ട്, പഴവർഗ്ഗങ്ങളുണ്ട്, ഹോൾ ഗ്രെയിൻസിലുണ്ട്, ധാന്യങ്ങളില്ലേ അതിൽ. റെഗുലർലി ദോസ് ഫുഡ് ഐറ്റംസ് ആർ സം സോഴ്സ് ഓഫ് വൈറ്റമിൻസ്. ഇതെല്ലാം വൈറ്റമിൻസിൻ്റെ സോഴ്സാണ്. ആൻഡ് മിനറൽസ്, വൈറ്റമിൻസ് മാത്രമേ ഉള്ളൂ അല്ല, മിനറൽസും ഉണ്ട്. Although vitamins and minerals are required in small quantities, they are essential to keep our body healthy. വൈറ്റമിൻസും മിനറൽസും വളരെ കുറച്ച് മാത്രം മതി ശരീരത്തിന്. ദേ ആർ റിക്വയർഡ് ഇൻ സ്മോൾ എമൗണ്ട്സ്, വളരെ കുറച്ച് മതി. പക്ഷേ അതില്ലെങ്കിൽ പ്രശ്നമാണ്. ദേ ആർ എസെൻഷ്യൽ ടു കീപ്പ് അവർ ബോഡി ഹെൽത്തി. നമ്മുടെ ശരീരം ആരോഗ്യമില്ലാതെ സൂക്ഷിക്കണമെങ്കിൽ ആ കുറച്ച് അളവിൽ അത് വേണം. അതാ. വാട്ട് ഡിഫറൻസസ് ഡു യു ഒബ്സർവ് ഇൻ റോ ആൻഡ് കുക്ക്ഡ് വെജിറ്റബിൾസ്? പച്ചയ്ക്ക് വരുന്ന വെജിറ്റബിൾസ് ഉണ്ട്, അതുപോലെ വേവിച്ചെടുക്കുന്ന വെജിറ്റബിൾസ്. ഇതെന്താ വ്യത്യാസം? അത് തമ്മിൽ എന്താ ഡിഫറൻസ്? ഹാവ് യു അവർ നോട്ടീസ് ദറ്റ് വെജിറ്റബിൾസ് സംടൈംസ് ലോസ് ദെയർ ബ്രൈറ്റ് കളർ? തിളപ്പിച്ചൊക്കെ എടുത്ത് കഴിയുമ്പോഴേ അതിൻ്റെ ബ്രൈറ്റ് കളർ അങ്ങ് പോകുന്നതായിട്ട് കാണാം. ആൻഡ് ബിക്കം സോഫ്റ്റ്, അത് കൂടുതൽ സോഫറായിട്ട് വരുന്നതായിട്ട് കാണാം. ആൻഡ് ദേ ബിക്കം സോഫർ, അത് വളരെ മൃദുവാകുന്നതായിട്ട് കാണാം അല്ലേ. ആൻഡ് ലെസ് ക്രിസ്പ് വെൻ കുക്ക്ഡ്, കുക്ക് ചെയ്ത് കഴിയുമ്പോൾ ക്രിസ്പി നേച്ചറൊക്കെ അങ്ങോട്ട് പോകും. നമുക്കറിയാമല്ലോ, അതിൻ്റെ ബ്രൈറ്റ് കളർ പോകും, അത് കൂടുതൽ സോഫ്റ്റ് ആകും. പിന്നെ കടുമുറായിരിക്കുന്നതൊക്കെ ക്രിസ്പായിട്ടുള്ളതൊക്കെ വളരെ മാർദ്ദമുള്ളതാകും. സം ന്യൂട്രിയൻസ് ലൈക്ക് വൈറ്റമിൻ സി ആൻഡ് അതേഴ്സ് ലോസ്റ്റ് ഡ്യൂറിങ് കുക്കിംഗ് ഡ്യൂ ടു ഹൈ ഹീറ്റ്. വൈറ്റമിൻ സി ഒക്കെ ഹൈ ഹീറ്റിൽ അത് കുറേ നശിച്ചു. ദേ ആർ ലോസ്റ്റ് ഡ്യൂറിങ് കുക്കിംഗ് ഡ്യൂ ടു ഹൈ ഹീറ്റ്. ഉയർന്ന ടെമ്പറേച്ചറിൽ ചൂടുപിടിപ്പിക്കും വൈറ്റമിൻ സിയുടെ കുറേ ഭാഗം എല്ലാം അങ്ങ് പോകും ഇല്ലേ. വുഡ് ഇറ്റ് നോട്ട് ബി വൈസ് ടു ഇൻക്ലൂഡ് ഫ്രൂട്ട്സ് ആൻഡ് അൺകുക്ക്ഡ് വെജിറ്റബിൾസ് ഇൻ ടു അവർ ഡയറ്റ്? അതുകൊണ്ട് നല്ലതെന്ന് പറയുന്നത്, ബുദ്ധിപൂർവ്വമായി ചെയ്യുന്നത്, വൈറ്റമിൻസും മിനറൽസും പൂർണ്ണമായി കിട്ടാനായിട്ട് കുക്ക്ഡ് വെജിറ്റബിൾസിന് പകരം ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ അൺകുക്ക്ഡായിട്ട് തന്നെ ഉപയോഗിക്കുന്നതാണ് നല്ലത്. അതാ പറഞ്ഞത് കേട്ടോ. വാഷിംഗ് കട്ട് ഓർ പീൽഡ് വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് മേ ഓൾസോ റിസൾട്ട് ഇൻ ദ ലോസ് ഓഫ് സം വൈറ്റമിൻസ്. ഇപ്പോൾ കഴുകി മുറിച്ചെടുത്ത വെജിറ്റബിൾസൊക്കെ വീണ്ടും കഴുകുന്നത് അതിൻ്റെ അകത്ത് വൈറ്റമിൻസൊക്കെ നഷ്ടപ്പെട്ടു പോകാൻ കാരണമാകും. അതുകൊണ്ട് കഴുകി മുറിച്ച് പീസാക്കിയത് വീണ്ടും കഴുകേണ്ട ആവശ്യമില്ല. അതാണ് പറയുന്നത്, മനസ്സിലായില്ലേ. However, it is highly recommended that all fruits and vegetables be thoroughly washed before consumption. എന്തൊക്കെയാണേലും നമുക്ക് വേണ്ടി കൊണ്ടുവരുന്ന ഫ്രൂട്ട്സോ വെജിറ്റബിൾസോ ഒക്കെ നന്നായിട്ട് കഴുകിയിട്ട് വേണം കഴിക്കാൻ കേട്ടോ. അതാണ് പറയുന്നത്. ദെൻ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ആർ റിച്ച് ഇൻ ഡയറ്ററി ഫൈബേഴ്സ്. അത് ഓർത്തോണം. ഫ്രൂട്ട്സിനും വെജിറ്റബിൾസിനൊക്കെ ഡയറ്ററി ഫൈബേഴ്സ് അതിൽ ഒത്തിരി ഉണ്ട്, വളരെയധികം ഉണ്ട്. ഡയറ്ററി ഫൈബേഴ്സ് വളരെ അത്യാവശ്യമാണ്. ലെറ്റ് us see how dietary fibers are beneficial to us. എങ്ങനെയാണ് ഡയറ്ററി ഫൈബേഴ്സ് നമുക്ക് ഉപകാരപ്രദമാകുന്നതെന്ന് നോക്കാം. ഇൻ അഡീഷൻ ടു എസെൻഷ്യൽ ന്യൂട്രിയൻസ് അവർ ബോഡി നീഡ്സ് ഡയറ്ററി ഫൈബേഴ്സ് ആൻഡ് വാട്ടർ. അത് ഓർത്തണം കേട്ടോ. എസെൻഷ്യൽ ന്യൂട്രിയൻസ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ഡയറ്ററി ഫൈബേഴ്സും വാട്ടറുമാണ്. അത് നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. ഡയറ്ററി ഫൈബേഴ്സ് ഈസ് ഓൾസോ നോൺ ആസ് റഫേജ്. അതിന് നമ്മൾ റഫേജ് എന്നും പറയും. പരുഷാഹാരം എന്നാണ് പറയുന്നത്. പരുഷാഹാരങ്ങൾ അല്ലെങ്കിൽ റഫേജ് എന്ന് പറയുന്നു. ഡു നോട്ട് പ്രൊവൈഡ് എനി ന്യൂട്രിയൻസ് ടു അവർ ബോഡി. ഈ പരുഷാഹാരങ്ങളിൽ റഫേജ് നമ്മുടെ ശരീരത്തിൽ ഒരു ന്യൂട്രിയൻസും തരില്ല. ഹവർ ദേ ആർ ആൻ എസെൻഷ്യൽ കമ്പോണൻറ്റ് ഓഫ് ഫുഡ്സ്. എന്നാലും അത് ആഹാരത്തിൻ്റെ ഒരു ഭാഗമാണ്, എസെൻഷ്യൽ കമ്പോണൻ്റാണ്. ദ ഹെൽപ്പ് അവർ ബോഡി ടു ഗെറ്റ് ഇറ്റ് ഓഫ് അൺഡൈജസ്റ്റഡ് ഫുഡ് ആൻഡ് എൻഷുവർ സ്മൂത്ത് പാസേജ് ഓഫ് സ്റ്റൂൾസ്. ശരീരത്തിൽ നിന്നും പുറന്തള്ളേണ്ടതായിട്ടുള്ള അൺഡൈജസ്റ്റഡ് മെറ്റീരിയൽസ് അത് നമുക്ക് പുറന്തള്ളാൻ സഹായിക്കുന്നു ഈ പറയുന്ന റഫേജ്. റഫേജ് ഇൻ അവർ ഫുഡ് ഈസ് പ്രൊവൈഡഡ് മെയിൻലി ബൈ സ്യൂട്ടബിൾ പ്ലാന്റ് പ്രോഡക്ട്സ്. അനുയോജ്യമായ പ്ലാന്റ് പ്രോഡക്ട്സ് ആണ് നമുക്ക് റഫേജസ് ലഭ്യമാക്കുന്നത്. മനസ്സിലായില്ലേ? ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് ഉണ്ട്, പച്ചിലവർഗ്ഗങ്ങൾ, ഫ്രഷ് ഫ്രൂട്ട്സ് ഉണ്ട്, നല്ല പഴവർഗ്ഗങ്ങൾ, ഹോൾ ഗ്രെയിൻസ് ഉണ്ട്, പൾസസ് ആൻഡ് നട്ട്സ് ആർ ഗുഡ് സോഴ്സ് ഓഫ് റഫേജസ്. അപ്പോൾ റഫേജസ് കിട്ടുന്ന ഇലക്കറികളിൽ നിന്നും ഫ്രൂട്ട്സിൽ നിന്നും ധാന്യങ്ങളിൽ നിന്നും പയറുകളിൽ നിന്നും ഈ പറയുന്ന നട്ട്സിൽ നിന്നൊക്കെയാണ്. ഈറ്റിംഗ് ഫുഡ് ദാറ്റ് ഈസ് ലോക്കലി ഗ്രോൺ ആൻഡ് പ്ലാന്റ് ബേസ്ഡ് ടു ദ എക്സ്റ്റെൻറ്റ് പോസിബിൾ ഈസ് നോട്ട് ഓൺലി healthy for the body but also good for our environment and our planet.
പ്രാദേശികമായിട്ട് നമ്മൾ വളർത്തുന്ന സസ്യങ്ങളിൽ നിന്നും ലഭിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ അവ ആരോഗ്യത്തിന് വളരെ നല്ലതാണെന്ന് മാത്രമല്ല അത് നമ്മുടെ ചുറ്റുപാടുകൾക്ക് അനുയോജ്യവുമാണ്. ദെൻ അടുത്തത് വെള്ളത്തെ സംബന്ധിച്ചിട്ടാണ്. വാട്ടർ ഈസ് ഓൾസോ ആൻ എസെൻഷ്യൽ പാർട്ട് ഓഫ് അവർ ഡയറ്റ്. നമ്മുടെ ആഹാര പദാർത്ഥങ്ങളുടെ പ്രധാന ഭാഗം തന്നെയാണ് ഈ വെള്ളം. ഇറ്റ് ഹെൽപ്സ് ദ ബോഡി അബ്സോർബ് ന്യൂട്രിയൻസ് ഫ്രം ഫുഡ്. ആഹാരത്തിൽ നിന്ന് ന്യൂട്രിയൻസിനെ സ്വാംശീകരിക്കാൻ ഇത് സഹായിക്കും. ഇറ്റ് റിമൂവ്സ് വേസ്റ്റ് ഫ്രം ദ ബോഡി ത്രൂ സ്വെറ്റ് ആൻഡ് യൂറിൻ. മൂത്രത്തിലൂടെയും വിയർപ്പിലൂടെയും ശരീരത്തിൽ നിന്നും മാലിന്യങ്ങളെ അകറ്റി മാറ്റാൻ അത് സഹായിക്കുന്നു. വി ഷുഡ് ഡ്രിങ്ക് സഫിഷ്യൻറ്റ് വാട്ടർ റെഗുലർലി ടു കീപ്പ് അവർ സെൽഫ് ഹെൽത്തി. നമ്മുടെ ശരീരം ആരോഗ്യകരമായിട്ട് സൂക്ഷിക്കാനായിട്ട്, നമ്മൾക്ക് ആരോഗ്യകരമായി ജീവിക്കാനായിട്ട് നാം റെഗുലറായിട്ട് ആവശ്യമായ അളവിൽ വെള്ളം കുടിക്കേണ്ടതാണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കേണ്ടതാണ്. അടുത്തതായി ഒരു സയൻറ്റിസ്റ്റിനെ പറ്റി നാം അറിഞ്ഞിരിക്കേണ്ടതാണ്. അദ്ദേഹം കൊളത്തൂർ ഗോപാലനാണ്. അദ്ദേഹം 1918 ജനിച്ചു, 2019 മരണപ്പെട്ടയാളാണ്. ഹി ഇനിഷ്യേറ്റഡ് ന്യൂട്രീഷൻ റിസർച്ച് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ന്യൂട്രീഷൻ റിസർച്ച് തുടങ്ങി വെച്ച ആളാണ് അദ്ദേഹം. ഹി അനലൈസ്ഡ് മോർ ദാൻ 500 ഇന്ത്യൻ ഫുഡ്സ് ഫോർ ദെയർ ന്യൂട്രീഷണൽ വാല്യൂ. 500-ലധികമായിട്ടുള്ള ഇന്ത്യൻ ഫുഡ്സിൻ്റെ പോഷക മൂല്യത്തെപ്പറ്റി അദ്ദേഹം പഠനം നടത്തി. റെക്കമെൻഡഡ് ആൻ അപ്രോപ്രിയേറ്റ് ഡയറ്റ് ഇൻ ദ ഇന്ത്യൻ കോണ്ടെക്സ്റ്റ്. ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ അദ്ദേഹം നല്ലൊരു അപ്രോപ്രിയേറ്റ് ഡയറ്റിനെ സംബന്ധിച്ചിട്ടുള്ള റെക്കമെൻഡേഷൻ നടത്തി. ഈ ലെറ്റ് സർവൈസ് ഓൺ ദ ന്യൂട്രീഷണൽ സ്റ്റാറ്റസ് ഓഫ് ദി ഇന്ത്യൻ പോപ്പുലേഷൻ. ഇന്ത്യൻ ജനസംഖ്യയിലെ ജനങ്ങൾക്കുള്ള ന്യൂട്രീഷണലായിട്ടുള്ള കാര്യങ്ങളെപ്പറ്റി അദ്ദേഹം സർവേ നടത്തി. ഐഡൻറ്റിഫൈയിങ് വൈഡ് സ്പ്രെഡ് ഡെഫിഷ്യൻസീസ് ഇൻ പ്രോട്ടീൻ. അദ്ദേഹം ഐഡൻറ്റിഫൈ ചെയ്തു എന്താണ് ഡെഫിഷ്യൻസീസ് ഇൻ പ്രോട്ടീൻ, പ്രോട്ടീൻ്റെ ഡെഫിഷ്യൻസി, എനർജി ആൻഡ് അതർ ഫുഡ് കമ്പോണൻസ്. എനർജി അതുപോലെ തന്നെ മറ്റ് ഫുഡ് കമ്പോണൻസിൻ്റെ ഒക്കെ ഡെഫിഷ്യൻസിയെ പറ്റി അദ്ദേഹം അതൊക്കെ ഐഡൻറ്റിഫൈ ചെയ്തു. ദിസ് ലെഡ് ടു ദി ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് മിഡ് ഡേ മീൽ പ്രോഗ്രാം ഇൻ 2002. ഇത് 2002 ഉച്ചഭക്ഷണ പദ്ധതി നടപ്പാക്കുന്നതിന് കാരണമായി. നൗ എ PM പോഷൻ ഇനിഷ്യേറ്റീവ് ടു പ്രൊവൈഡ് ബാലൻസ്ഡ് ഫുഡ് ഇൻ ദ ഗവൺമെൻറ് റൺ ആൻഡ് ഗവൺമെൻറ് എയ്ഡഡ് സ്കൂൾസ് ഇൻ അവർ കൺട്രി. നമ്മുടെ രാജ്യത്ത് ഗവൺമെൻറ് സ്കൂളുകളിലും ഗവൺമെൻറ് എയ്ഡഡ് സ്കൂളുകളിലും PM പോഷൻ മുഖാന്തരം ഫുഡ് നൽകപ്പെടുന്നുണ്ട്. This scheme has played a role in the improving of health and nutrition of millions of children nationwide. ഇത് നേഷൻ വൈഡ് രാജ്യത്തെമ്പാടുമുള്ള കുട്ടികൾക്ക് ആരോഗ്യ സംരക്ഷണത്തിന് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസിനെ പ്രദാനം ചെയ്തു. അപ്പോൾ മിഡ് ഡേ മീൽ പ്രോഗ്രാം അത് തുടങ്ങിയത് 2002 അതിനെ PM പോഷൻ ഇനിഷ്യേറ്റീവ് എന്ന രീതിയിൽ ഉള്ളതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. നമുക്ക് ഇനി അടുത്ത പേജിലേക്ക് പോകാം. ഹൗ ടു ടെസ്റ്റ് ഡിഫറെൻറ്റ് കമ്പോണൻസ് ഓഫ് ഫുഡ്സ്. ആഹാരത്തിൻ്റെ കമ്പോണൻസ് ഏതൊക്കെയാണെന്ന് ടെസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് ഇവിടെ നാം പഠിക്കാൻ പോകുന്നത്. ഹൗ ടു ടെസ്റ്റ് ഡിഫറെൻറ്റ് കമ്പോണൻസ് ഓഫ് ഫുഡ്സ്, അതാണ് ഇപ്പം നമ്മൾ പഠിക്കാൻ പോകുന്നത്. ലെറ്റ് us ഫൈൻഡ് ഔട്ട് വിച്ച് ന്യൂട്രിയൻസ് ആർ പ്രസൻറ്റ് ഇൻ വേരിയസ് ഫുഡ് ഐറ്റംസ്. ഓരോ ഫുഡ് ഐറ്റംസിലും ഉള്ള കമ്പോണൻസ് എന്തൊക്കെയാണെന്ന് നമുക്കറിയണ്ടേ. അതിനുവേണ്ടിയുള്ള ടെസ്റ്റുകളാണ് ഇനി പറയാൻ പോകുന്നത്. സം ന്യൂട്രിയൻസ് like a starch, a type of carbohydrate, fat and protein can be detected using fairly simple test. ചില ന്യൂട്രിയൻസ്, ഉദാഹരണത്തിന് സ്റ്റാർച്ച്, അന്നജം, a type of carbohydrate, അത് ഒരു കാർബോഹൈഡ്രേറ്റാണ് ഈ സ്റ്റാർച്ച് എന്ന് പറയുന്നത്. ഫാറ്റ് ആൻഡ് പ്രോട്ടീൻ, ഫാറ്റും ഉണ്ട്, അതുപോലെ തന്നെ പ്രോട്ടീനും. ഇറ്റ് ക്യാൻ ബി ഡിറ്റക്റ്റഡ് യൂസിങ് ഫെയർലി സിമ്പിൾ ടെസ്റ്റ്. അവ വളരെ ലഘുവായ ടെസ്റ്റിലൂടെ നമ്മൾക്ക് കണ്ടെത്താവുന്നതാണ്. വൈൽ അതർ ക്യാൻ ബി ഡിറ്റക്റ്റഡ് only in a well equipped laboratories. പക്ഷേ മറ്റ് ചില കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല വെൽ എക്വിപ്ഡ് ലാബറട്ടറി തന്നെ വേണം. ലെറ്റ് us എക്സ്പ്ലോർ ഹൗ വി ക്യാൻ ഡിറ്റക്ട് ദ പ്രസൻസ് ഓഫ് സ്റ്റാർച്ച്, ഫാറ്റ് ആൻഡ് പ്രോട്ടീൻ ഇൻ സം ഫുഡ് ഐറ്റംസ്. നമുക്ക് എങ്ങനെയാണ് പ്രസൻസ് ഓഫ് സ്റ്റാർച്ച് അറിയുന്നത്, പ്രസൻസ് ഓഫ് ഫാറ്റ് എങ്ങനെയാണ് അറിയുന്നത്, അല്ലെ പ്രോട്ടീൻ അതെങ്ങനെ ഡിറ്റക്റ്റ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ടെസ്റ്റ് ഫോർ സ്റ്റാർച്ച്, സ്റ്റാർച്ചിൽ ടെസ്റ്റ്, അന്നജത്തിൻ്റെ ടെസ്റ്റ് എന്താണെന്ന് നോക്കാം. Take a small quantity of the food item, such as a slice of potato, cucumber, bread, or some boiled rice, boiled gram, crushed peanuts, oil, butter, and crushed coconut. You can take other food items too for testing. നിങ്ങൾക്ക് എന്തെല്ലാം എടുക്കാൻ ടെസ്റ്റ് ചെയ്യാനായിട്ട്? You can take a small quantity of the food items. ഈ പറയുന്ന ഫുഡ് ഐറ്റം ഏതുപോലെ എടുക്കാം, such as a slice of potato, ഉരുളക്കിഴങ്ങിൻ്റെ ശകലം, പിന്നെയോ
കുക്കുംബർ, വെള്ളരിക്ക, ബ്രെഡ്, ബോയിൽഡ് റൈസ് എടുക്കാം, ബോയിൽഡ് ഗ്രാം എടുക്കാം, ക്രഷ്ഡ് പീനട്ട്സ് എടുക്കാം, ഓയിൽ എടുക്കാം, ബട്ടർ എടുക്കാം, ആൻഡ് ക്രഷ്ഡ് കോക്കനട്ട്, ചിരവിയ തേങ്ങ എടുക്കാം. യു ക്യാൻ ടേക്ക് അതർ ഫുഡ് ഐറ്റംസ് ടു ഫോർ ടെസ്റ്റിംഗ്. മറ്റ് ഫുഡ് ഐറ്റംസും ടെസ്റ്റ് ചെയ്യാൻ എടുക്കാം നിങ്ങൾക്ക്. ഇനി നമുക്ക് എങ്ങനെയാണ് ടെസ്റ്റ് ചെയ്യാൻ നോക്കാം. പ്ലേസ് എ സ്മോൾ പീസ് ഓഫ് ദം ഇൻ എ സെപ്പറേറ്റ് ഡിഷ്. ഒരു സെപ്പറേറ്റ് ഡിഷിൽ എടുത്ത് വയ്ക്കുക. പ്ലേസ് എ സ്മോൾ പീസ് ഓഫ് ഈച്ച് ഓഫ് ദം ഇൻ എ സെപ്പറേറ്റ് ഡിഷ്. ഓരോ സെപ്പറേറ്റ് ഡിഷിൽ ഓരോന്ന് വിധം എടുത്ത് വയ്ക്കുക, ഓരോ ഫുഡ് ഐറ്റവും. വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ഡ്രോപ്പർ, ഒരു ഡ്രോപ്പർ ഉപയോഗിച്ച് പുട്ട് 2-3 drops ഓഫ് ഡൈല്യൂട്ട് അയഡിൻ സൊല്യൂഷൻ ഓൺ ഈച്ച് ഫുഡ് ഐറ്റം. ഓരോ ഫുഡ് ഐറ്റത്തിലും ഡൈല്യൂട്ട് അയഡിൻ സൊല്യൂഷൻ ഒഴിക്കുക. ഡൈല്യൂട്ടഡ് ആയിരിക്കുന്ന അയഡിൻ സൊല്യൂഷൻ ഒഴിക്കണം. ഒരു 2-3 തുള്ളി ഒഴിച്ചാൽ മതി. പിന്നെയോ, ഒബ്സർവ് ഇഫ് ദർ ആർ എനി ചേഞ്ചസ് ഇൻ ദ കളർ ഓഫ് ദി ഫുഡ് ഐറ്റം. ഫുഡ് ഐറ്റത്തിന് കളർ ചേഞ്ച് വല്ലതും വരുന്നുണ്ടോ എന്ന് നോക്കണം. ഹാവ് ദേ ടേൺ ദ ബ്ലൂ ബ്ലാക്ക്. ഹാവ് ദേ ടേൺ ബ്ലൂ ബ്ലാക്ക്. അവ ബ്ലൂ ബ്ലാക്ക് നിറത്തിലേക്ക് മാറുന്നുണ്ടോ, ഇരുണ്ട നീല നിറത്തിലേക്ക് മാറുന്നുണ്ടോയെന്ന് നോക്കണ്ടേ. റെക്കോർഡ് യുവർ ഒബ്സർവേഷൻ ഇൻ ടേബിൾ 3.3. അത് നിങ്ങൾ ടേബിളിൽ വരച്ച് എഴുതി വയ്ക്കാവുന്നതാണ്. എ ബ്ലൂ ബ്ലാക്ക് കളർ ഇൻഡിക്കേറ്റ്സ് ദ പ്രസൻസ് ഓഫ് സ്റ്റാർച്ച്. അപ്പോൾ ബ്ലൂ ബ്ലാക്ക് കളർ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് സ്റ്റാർച്ചിനെ കാണിക്കുന്നു, അതിൻ്റെ പ്രസൻസ് കാണിക്കുന്നു. അടുത്തത് ടെസ്റ്റ് ഫോർ ഫാറ്റ്സ്. ഫാറ്റ്സ് ഉണ്ടോ എന്നറിയാനുള്ള ടെസ്റ്റാണ് ഞാൻ പറയാൻ പോകുന്നത്. ടേക്ക് എ സ്മോൾ പാർട്ട് ഓഫ് ഫുഡ് ഐറ്റം ദാറ്റ് യു ടെസ്റ്റഡ് ഫോർ ദ പ്രസൻസ് ഓഫ് സ്റ്റാർച്ച് ഇൻ ആക്ടിവിറ്റി 3.5. ഇപ്പോൾ നിങ്ങൾ എടുത്തിട്ടുള്ള ആ ഫുഡ് ഐറ്റം അത് മാറണമെന്നില്ല, അത് എടുക്കുക. ടേക്ക് എ സ്മോൾ പാർട്ട് ഓഫ് ഫുഡ് ഐറ്റം ദാറ്റ് യു ടെസ്റ്റഡ് ഫോർ ദ പ്രസൻസ് ഓഫ് സ്റ്റാർച്ച് ഇൻ ആക്ടിവിറ്റി 3.5. പ്ലേസ് ഈച്ച് ഓഫ് ദം ഇൻ എ സെപ്പറേറ്റ് പീസ് ഓഫ് പേപ്പർ. അത് സെപ്പറേറ്റ് പീസ് ഓഫ് പേപ്പർ വയ്ക്കുക. റബ് ദ പേപ്പർ റൗണ്ട് ദ ഫുഡ്. ആ ഫുഡിനെ കടലാസ് കൊണ്ട് പൊതിഞ്ഞെടുത്തൊന്ന് ഞെക്കുക സാവധാനം. റാപ്പിഡ് റൗണ്ട്, അതിനൊന്ന് പൊതിയുക. ദെൻ പ്രസ് ഇറ്റ്. പിന്നെ അതൊന്ന് ഞെക്കണം. ബി കെയർഫുൾ നോട്ട് ടു ടിയർ ദ പേപ്പർ. പേപ്പർ ഞെക്കി പേപ്പർ കീറിക്കളയണ്ട കേട്ടോ. ഇഫ് എ ഫുഡ് ഐറ്റം കണ്ടെയ്ൻസ് എ ലിറ്റിൽ വാട്ടർ അലോ ദ പേപ്പർ ടു ഡ്രൈ. ഇനി ആ പേപ്പറിൽ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് ഉണങ്ങാൻ വയ്ക്കുക. ടെസ്റ്റ് ദ പേപ്പർ ഡെവലപ്പ് ആൻ ഓയിലി പാച്ച്. ഉണങ്ങിക്കഴിഞ്ഞ ശേഷം നിങ്ങൾ നോക്കുക അതിൽ ഓയിലി പാച്ച് വല്ലതും ഉണ്ടോ എന്ന് നോക്കണം. എണ്ണ പറ്റിയ പോലെ തോന്നുന്നുണ്ടോ. വാട്ട് ഡു യു തിങ്ക് ഈസ് ദ റീസൺ ഫോർ ദിസ് പാച്ച്. എണ്ണയുടെ അംശം കൊണ്ട് അതിൽ പാച്ച് ഉണ്ടാകുന്നതാണ്. അത് നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഇഫ് ഓയിൽ ഓർ ബട്ടർ ഈസ് പ്രസൻറ്റ് ഇൻ ദ ഫുഡ് ഐറ്റം, ഓയിലോ എണ്ണയോ ബട്ടറൊക്കെ ഉണ്ടെങ്കിൽ ഇറ്റ് ലീവ്സ് ആൻ ഓയിലി പാച്ച് ഓൺ ദ പേപ്പർ. അത് എണ്ണയുടെ അംശത്തെ കാണിക്കും പേപ്പറിൽ. ഹോൾഡ് ദ പേപ്പർ അഗാൻസ്റ്റ് ലൈറ്റ്. ഇത് പ്രകാശത്തിനെതിരെ കടലാസ് പിടിച്ചു നോക്കുക. ഈ കടലാസ് പ്രകാശത്തിനെതിരെ പിടിച്ചു നോക്കുക. ക്യാൻ യു സീ ദ ലൈറ്റ് ഫെയിൻലി ഷൈനിങ് ത്രൂ ദ പാച്ച്. അതിലൂടെ പ്രകാശം ഇപ്പുറത്തോട്ട് സാവധാനം കടന്നു വരുന്നുണ്ടോ എന്ന് നോക്കുക. ചെറിയൊരു വെളിച്ചത്തിൻ്റെ അംശം ഇപ്പുറത്തേക്ക് കടന്നു വരുന്നുണ്ടോ എന്ന് നോക്കുക. ആൻ ഓയിലി പാച്ച് ഓൺ ദ പേപ്പർ ഷോസ് ദാറ്റ് ദ ഫുഡ് കണ്ടെയ്ൻസ് ഫാറ്റ്. ഒരു ഓയിലി പാച്ച് കണ്ടാൽ അതിൻ്റെ അർത്ഥം ഈ ഫുഡിൽ കൊഴുപ്പുണ്ടായിരുന്നു, നല്ല എണ്ണയുണ്ടായിരുന്നതാണ് കേട്ടോ. ദിസ് ഷോസ് ദ പ്രസൻസ് ഓഫ് ഫാറ്റ് ഇൻ ഇറ്റ്. ഇതിൽ ആഹാരത്തിലെ ഫാറ്റിനെ കാണിച്ചിരുന്ന ടെസ്റ്റാണിത് കേട്ടോ. അങ്ങനെ നമുക്ക് ഫാറ്റ് ഉണ്ടോ എന്ന് മനസ്സിലാക്കാം. അടുത്തത് ടെസ്റ്റ് ഫോർ പ്രോട്ടീൻസ് ആണ്. പ്രോട്ടീൻസ് ഉണ്ടോ എന്നറിയുന്നതിനുള്ള ടെസ്റ്റാണ് ഈ പറയുന്നത്. ദിസ് ആക്ടിവിറ്റി മേ ബി ഡെമോൺസ്ട്രേറ്റഡ് ബൈ ദ ടീച്ചർ. ഇത് വേണമെങ്കിൽ ടീച്ചർ കാണിക്കട്ടെ. ടേക്ക് ദ ഫുഡ് ഐറ്റം ടെസ്റ്റഡ് ഫോർ പ്രീവിയസ് ആക്ടിവിറ്റീസ്. നേരത്തെ ആക്ടിവിറ്റീസിന് എടുത്ത് വെച്ച ഫുഡ് ഐറ്റംസ് ഒന്നും കളയണ്ട, അത് കുറച്ചെടുക്കാം നമുക്ക്. ടേക്ക് ദ ഫുഡ് ഐറ്റം ടെസ്റ്റഡ് ഇൻ പ്രീവിയസ് ആക്ടിവിറ്റീസ്. മേക്ക് എ പേസ്റ്റ് ഓർ പൗഡർ ഓഫ് ദ ഫുഡ്. അത് അരച്ചത് ഒന്ന് പേസ്റ്റ് ആക്കുക, അല്ലെ പൗഡർ ആക്കുക. യൂസിങ് പേസ്റ്റ് ആൻഡ് പെസിൽ ആൻഡ് മോട്ടർ. അതിന് നമുക്ക് പെസിൽ മോട്ടർ ഉപയോഗിക്കാം, ചെറിയ പെസിൽ മോട്ടർ ഉപയോഗിക്കാം. Put about half teaspoon of each food item in a separate clean test tube. എന്നിട്ടോ അതിൽ നിന്ന് 1/2 teaspoon of each food is taken in a test tube. ഒരു 1/2 teaspoon എടുത്ത് ഓരോ ടെസ്റ്റ് ട്യൂബിൽ എടുക്കണം. ദെൻ ഇനി ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾക്ക് ചില പ്രിക്കോഷൻസ് ഉണ്ട് കേട്ടോ. ദീസ് കെമിക്കൽസ് ആർ ഹാംഫുൾ ആൻഡ് നീഡ് ടു ബി ഹാൻഡിൽഡ് വിത്ത് കെയർ.
നീ എടുക്കാൻ പോകുന്ന ഈ കെമിക്കൽസൊക്കെ അല്പം സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. ഡു നോട്ട് ടച്ച് എനി ഓഫ് ദീസ് കെമിക്കൽസ് അൺലെസ് ആസ്ക്ഡ് ടു ഡു സോ. നിങ്ങളോട് പറയാതെ നിങ്ങൾ ഔത്തത്തോടാൻ പോകരുത്. ഇഫ് എനി കെമിക്കൽ ഗെറ്റ്സ് സ്പിൽഡ് ഓഫ് യുവർ ബോഡി, നിങ്ങളുടെ ശരീരത്തിൽ ഈ കെമിക്കൽ വീണാൽ ഇമ്മീഡിയറ്റ്ലി വാഷ് ദ അഫക്റ്റഡ് ഏരിയ വിത്ത് വാട്ടർ. പെട്ടെന്ന് വെള്ളം ഒഴിച്ചത് കഴുകിക്കൊള്ളണം. ഡു നോട്ട് പുട്ട് എനി ഓഫ് ദീസ് കെമിക്കൽസ് ഇൻ യുവർ മൗത്ത്. ഇത് നിങ്ങൾ വായിൽ വയ്ക്കരുത്. ഓർ ടു ട്രൈ സ്മെൽ ദം, അത് മണക്കുവാൻ ശ്രമിക്കുകയും ചെയ്യരുത്. ഇനി ചെയ്യാവുന്നത് എങ്ങനെയാണ്? ആഡ് 2-3 ടീസ്പൂൺസ് ഓഫ് വാട്ടർ ഇൻ ടു ഈച്ച് ടെസ്റ്റ് ട്യൂബ് ആൻഡ് ഷേക്ക് ദം വെൽ. ആദ്യം നമ്മൾ ടെസ്റ്റ് ട്യൂബിൽ ഒരു 1/2 ടീസ്പൂൺ ഫുഡിൻ്റെ അംശം എടുത്തായിരുന്നല്ലോ അരച്ചത്, അതിൻ്റെ ഉള്ളിലേക്ക് 2-3 ടീസ്പൂൺസ് ഓഫ് വാട്ടർ ഒഴിക്കുക. വെള്ളം ഒഴിച്ചൊന്ന് കുലുക്കണം. വെള്ളത്തിലൊന്ന് കുലുക്കി റെഡിയാക്കണം. ആഡ് 2 drops ഓഫ് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ടു ഈച്ച് ടെസ്റ്റ് ട്യൂബ് യൂസിങ് എ ഡ്രോപ്പർ ഉപയോഗിച്ചിട്ട് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ കുറച്ച് 2-3 ഡ്രോപ്സ് 2 drops ഓഫ് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ഒഴിക്കണം. പിന്നെയോ ടേക്ക് അനദർ ഡ്രോപ്പർ, വേറെ ഡ്രോപ്പർ എടുക്കണം. ആഡ് 10 drops ഓഫ് കോസ്റ്റിക് സോഡ സൊല്യൂഷൻ ടു ഇൻ ഈച്ച് ട്യൂബ്. ഓരോ ട്യൂബിലും കോസ്റ്റിക് സോഡ സൊല്യൂഷൻ 10 തുള്ളി ഒഴിക്കണം കേട്ടോ. 10 തുള്ളി കോസ്റ്റിക് സോഡ സൊല്യൂഷൻ ഒഴിക്കണം. എന്നിട്ട് നന്നായിട്ട് കുലുക്കണം. ഷേക്ക് വെൽ ആൻഡ് ലീവ് ദ ടെസ്റ്റ് ട്യൂബ്സ് അൺഡിസ്റ്റർബ്ഡ് ഫോർ എ ഫ്യൂ മിനിറ്റ്സ്. എന്നിട്ട് അത് അനക്കാതെ വയ്ക്കണം. ആ പടത്തിൽ കാണിച്ചിരിക്കുന്നുണ്ട് അതുപോലെ ടീച്ചറാണ് ചെയ്യുന്നത്. വാട്ട് ഡിഡ് യു ഒബ്സർവ്? നിങ്ങൾക്ക് എന്ത് കാണാൻ കഴിയും? ഡിഡ് ദ കണ്ടൻറ്റ് ഓഫ് സം ടെസ്റ്റ് ട്യൂബ്സ് ടേൺ വയലറ്റ്? ചിലതെങ്കിലും വയലറ്റ് നിറത്തിലേക്ക് മാറുന്നുണ്ടെന്ന് കാണാം. ദിസ് വയലറ്റ് കളർ ഇൻഡിക്കേറ്റ്സ് ദ പ്രസൻസ് ഓഫ് പ്രോട്ടീൻ ഇൻ ഫുഡ് ഐറ്റം. അപ്പോൾ ആ ഫുഡ് ഐറ്റത്തിലുണ്ടായിരുന്ന പ്രോട്ടീനിൻ്റെ പ്രസൻസ് ആണ് കാട്ടിത്തരുന്നത് വയലറ്റ് നിറം ഉണ്ടായെങ്കിൽ. റൈറ്റ് യുവർ ഒബ്സർവേഷൻ ഇൻ ദ ടേബിൾ 3.3. അപ്പോൾ 3.3 നിങ്ങൾ ഒബ്സർവേഷനൊക്കെ എഴുതുക. വാട്ട് കൺക്ലൂഷൻ ക്യാൻ യു ഡ്രൂ ഫ്രം ടേബിൾ 3.3? ടേബിൾ 3.3 നമുക്ക് ഒരു തീരുമാനത്തിലെത്താൻ കഴിയും, ഒരു നിഗമനത്തിലെത്താൻ കഴിയും. വിച്ച് ഫുഡ് ഐറ്റം ഷോസ് ദ പ്രസൻസ് ഓഫ് മോർ ദാൻ 1 ന്യൂട്രിയൻ? ഏത് ഫുഡാണ് ഒന്നിൽ കൂടുതൽ ന്യൂട്രിയൻസ് ഉള്ളതായി കാണിക്കുന്നത്? വിച്ച് ഫുഡ് ഐറ്റം ഷോസ് ദ പ്രസൻസ് ഓഫ് ബോത്ത് പ്രോട്ടീൻസ് ആൻഡ് ഫാറ്റ്സ്? പ്രോട്ടീനും ഫാറ്റും ഉള്ളത് ഇതിലാണ്. പീനട്ട് ഷോ ദ പ്രസൻസ് ഓഫ് ബോത്ത് പ്രോട്ടീൻ ആൻഡ് ഫാറ്റ്. പീനട്ടിൻ്റെ അകത്ത് പ്രോട്ടീനും ഉണ്ട്, ഫാറ്റ്സും കാണപ്പെടുന്നുണ്ട് കേട്ടോ, പീനട്ട്സ്. ദിസ് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് എനി ഫുഡ് വിച്ച് വി യൂസ് മേ കണ്ടെയ്ൻ മൾട്ടിപ്പിൾ ന്യൂട്രിയൻസ്. ഏത് ഫുഡാണ് നമ്മൾ കഴിക്കുന്നവയിൽ ഒന്നിൽ കൂടുതൽ ന്യൂട്രിയൻസ് കാണാമെന്ന് നമുക്ക് മനസ്സിലാവും. ഈസ് ദെയർ എ ഫുഡ് ഐറ്റം വിച്ച് ലാക്സ് എനി ഓഫ് ദീസ് ന്യൂട്രിയൻസ്? ഏതെങ്കിലും ഒരു ഫുഡിൽ ഇതിലേതെങ്കിലും ഒന്നും ഇല്ലാതുണ്ടോ? വിച്ച് ഓഫ് ദീസ് ഫുഡ്സ് ഡു യു കൺസ്യൂം ഡെയിലി? ഏതൊക്കെ ഫുഡാണ് നിങ്ങൾ നിത്യേന ഉപയോഗിക്കുന്നത്? ട്രൈ ടു ഫൈൻഡ് ഔട്ട് അതർ ഫുഡ്സ് ദാറ്റ് ആർ ഗുഡ് സോഴ്സ് ഓഫ് സ്റ്റാർച്ച്, ഫാറ്റ്സ് ആൻഡ് പ്രോട്ടീൻസ്. സ്റ്റാർച്ചും ഫാറ്റും പ്രോട്ടീനും കിട്ടുന്ന മറ്റ് ഫുഡുകൾ ഏതൊക്കെയാണെന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. അത് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക കേട്ടോ. ഈ ക്ലാസ് നിങ്ങൾക്കിഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ക്ലാസ്സേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.